UDF പ്രഖ്യാപിച്ച KSRTC സൗജന്യ യാത്ര വൈകുന്നു എന്നാരോപിച്ച് മഹിളാ മോർച്ച പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു. കോഴിക്കോട് മാവൂർ റോഡ് KSRTC സ്റ്റാൻഡിൽ നിർത്തിയിട്ട് ബസ്സിൽ കയറിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. UDF സർക്കാർ വാഗ്ദാനം പാലിക്കില്ലെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത BJP സംസ്ഥാന സെക്രട്ടറി MP അഞ്ജന ആരോപിച്ചു. ഇന്ധനവിലയും ഒരു ജനകീയമായ വിഷയമാണ്. ജനകീയമായ വിഷയം തന്നെയാണ്. ഇന്ധനവില കുറഞ്ഞപ്പോഴും ഇവരാരും പറഞ്ഞില്ലോ. ഈ ഭാരതത്തിന്റെ ഈ ഭരണ പ്രക്രിയയിൽ ഭാഗമാകുവാനായിട്ട് സ്ത്രീകളെയും കൂടി അനുവദിക്കണം എന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അതിനെ അടിമുടി എതിർത്തവരാണ്. ഇന്ന് സ്ത്രീകളോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്ത്രീകളോടൊപ്പമാണെന്ന് പറഞ്ഞു നിൽക്കുന്നത്. അതല്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണിത്. കോഴിക്കോട് KSRTCയിലെ സൗജന്യ യാത്ര നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് മഹിളാ മോർച്ചയുടെ പ്രതിഷേധമാണ് ഇവിടെ അരങ്ങേറുന്നത്. മഹിളാ മോർച്ച പ്രവർത്തകർ ഈ ബസ്സിനകത്ത് കയറി അവർ സൗജന്യമായി യാത്ര ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു. തുടർന്ന് KSRTC ബസ് ഏറെ നേരം നിർത്തിയിടേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ടായി. യാത്രക്കാരും വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോഴത്തെ മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ ഇവിടെ പ്രതിഷേധിക്കുകയാണ്. അവരുടെ നേതാക്കളുണ്ട്. ഇത് മുന്നിൽ ബാനർ ഏന്തിയിട്ടുണ്ട്. ഈ ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു കാരണം പ്രധാനമായും കോൺഗ്രസ്സുകാർ ഇത്തവണ വോട്ട് ചോദിച്ചത് സ്ത്രീകൾക്ക്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീകൾക്ക് പല തരത്തിലുള്ള വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതിലാദ്യം പറഞ്ഞത് 15-ാം തീയതി മുതൽ ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ 15-ാം തീയതി മുതൽ ഞങ്ങൾക്ക് സൗജന്യ യാത്ര കൊടുക്കാം സ്ത്രീകൾക്ക്. കേരളത്തിൽ പകുതിയിലധികം അറിയാലോ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ്. ഇവിടുത്തെ പാവപ്പെട്ട അമ്മമാരെ കബളിപ്പിച്ചുകൊണ്ട് ഫ്രീ ആയിട്ട് യാത്ര കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ പേരിൽ 15-ാം തീയതി ഒരു ഡേറ്റ് തന്നു. പക്ഷേ സർക്കാർ ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതേ ഉള്ളൂ. കാരണം അധികാരമേൽക്കുന്നതിന് മുൻപേ നയപരമായ ഒരു തീരുമാനം സർക്കാരിന് എടുക്കാൻ പറ്റുമോ? ഏത് സർക്കാരായാലും റിസൾട്ട് നിങ്ങൾക്കറിയാം റിസൾട്ട് എന്നാ വന്നതെന്ന്. ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ പോലും ഇത്രയധികം ദിവസമെടുത്ത് ചർച്ചകൾക്ക് പോയി ഒരു മുഖ്യമന്ത്രിയെ പോലും ഉണ്ടാക്കാൻ പറ്റാത്തവരാണ്. ഇന്നലെയാണ് ഒരു മുഖ്യമന്ത്രിയെ, അതും നമ്മളെല്ലാവരും ചാനലിൽ കണ്ടതാണ്, ഒരു മുഖ്യമന്ത്രിയെ ആക്കിയപ്പോൾ മറ്റ് കൂടെ ഉണ്ടായിരുന്നവരുടെ എക്സ്പ്രഷൻസ് നമുക്കറിയാം. അത്തരത്തിൽ അവർക്കിടയിൽ പോലും ഒന്നുമില്ല, ഒരു ഐക്യമോ ഒത്തൊരുമയോ ഒന്നുമില്ല. ലീഗുകാരുടെ ഒരു ആളായിട്ട് ഒരാൾ ഉണ്ടായിരുന്നുകൊണ്ട് അവരെടുത്തതിന് ശേഷം ഇനി വാഗ്ദാനങ്ങളൊന്നുമില്ല, ഇനി ഞങ്ങളിതെല്ലാം ശരിയാക്കട്ടെ, ഉണ്ടാക്കട്ടെ, അതിനുശേഷം നിങ്ങൾക്ക് തരാം, ഞങ്ങളുടെ കുടുംബമൊക്കെ ഒന്ന് നന്നാവട്ടെ, എൻ്റെ പത്മനാഭൻ ഇനി ജയിക്കട്ടെ, എൻ്റെ പത്മനാഭൻ ഇനി കേരളത്തിൽ ഉണ്ടാവട്ടെ എന്ന് പറയുന്നത് അത്ര ശരിയായിട്ടൊരു കാര്യമില്ല. വാഗ്ദാനങ്ങൾ ഡേറ്റ് അനുസരിച്ച് തന്നാൽ അത് ഡേറ്റ് അനുസരിച്ച് നടപ്പിലാക്കാനുള്ള ഒരു ആർജവം കൂടി അവർക്ക്. നിങ്ങൾ പറയുന്ന പോലെ ഇതൊരു ജനകീയ പ്രശ്നമായി തന്നെ കാണുകയാണെങ്കിൽ ഇന്ന് ഇന്ധനവില 3 രൂപ വർദ്ധിച്ച് അതിനെതിരെ ഒരു പ്രതിഷേധവും കൂടിയാണോ ഇത്? അതിനെതിരെ ഒരു പ്രതിഷേധമല്ല ഇത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നോക്കൂ, നിങ്ങൾ ഇതിനെ ഡൈവേർട്ട് ചെയ്ത് എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? ഇന്ധനവിലയും ഒരു ജനകീയമായ വിഷയമാണ്. ഇന്ധനവില ജനകീയമായ വിഷയം തന്നെയാണ്. ഇന്ധനവില കുറഞ്ഞപ്പോഴും ഇവരാരും പറഞ്ഞില്ലല്ലോ. ഈ ഇന്ധനവിലയുടെ പേരിൽ കുറച്ച് നാളുകളായിട്ട് ഇത് പൊക്കോണ്ടിരിക്കുകയല്ലേ, അതവിടെ നിന്നോട്ടെ. ഞാനിപ്പോൾ പറയുന്നത്, നിങ്ങളിപ്പോൾ എന്നോട് ഒരേ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്, എന്തിനാണിതെന്ന്. ആ എന്തിനാണ് എന്നുള്ളത് നിങ്ങളും കൂടി മനസ്സിലാക്കണം. നിങ്ങളുടെ വീട്ടിലും അമ്മമാരുള്ളതാണ്. അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ അവർക്ക് പറ്റിയിട്ടില്ല എങ്കിൽ അതിനെതിരെ മഹിളാ മോർച്ച സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള ആർജവം നിങ്ങൾ മാധ്യമപ്രവർത്തകരും കൂടി. പാചകവാതക വില വർധനവ്, ഇതും സ്ത്രീകളെ ബാധിക്കുന്നത് തീർച്ചയായിട്ടും. പക്ഷേ പാചകവാതക വില വർധനവ് എന്ന് പറയുന്നത് അതിന് മുന്നേ പാചകവാതകം ഫ്രീ ആയിട്ട് കൊടുത്തപ്പോൾ സ്ത്രീകളെ മുൻനിർത്തിക്കൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഉന്നമനത്തിന്, അവരുടെ ക്ഷേമത്തിന്, അവരുടെ പുരോഗതിക്ക് എല്ലാം ഇത്രയും നാൾ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അതൊന്നും മുന്നിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ മാധ്യമപ്രവർത്തകരും കാണിച്ച് അതും കൂടി നമ്മൾ പറയണമല്ലോ. രണ്ട് വശവും കൂടി ഒരുമിച്ച് ചിന്തിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെതിരെ ഇനി നിങ്ങളുടെ പ്രതിഷേധം എങ്ങനെയായിരിക്കും? എല്ലാ ജില്ലകളിലും ഇന്ന് പ്രതിഷേധം നടക്കുന്നുണ്ട്. എല്ലാ ജില്ലകളിലും ഇന്ന് ഇതേപോലെ സൗജന്യ യാത്ര വാഗ്ദാനം ചെയ്തില്ലേ. തുടക്കം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് പറഞ്ഞു. ഇനിയിപ്പം ഞാൻ ഇങ്ങനെയൊക്കെ പോട്ടെ എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ അത് നടപ്പിലാക്കാനായിട്ട് ഈ പണ്ട് രാജ്യത്തിന് വേണ്ടി പടവാളെഴുതിയ ഒരുപാട് വനിതകളുണ്ട്. ഇനിയും ഇത് അങ്ങനെ കൊണ്ടുപോകാനുള്ള താല്പര്യമൊന്നും ഞങ്ങൾക്കാർക്കുമില്ല. ഇനി സ്ത്രീകൾക്ക് കിട്ടേണ്ടത്, ജനങ്ങൾക്ക് കിട്ടേണ്ടത്, ഞങ്ങളെ വഞ്ചിക്കാതെ ഈ ഭരണം ഇത്രയും നാളും കുടുംബവാഴ്ചയായിരുന്നല്ലോ, അത് വേണ്ട, ജനങ്ങൾക്കും കൂടി അവർ ജീവിക്കാൻ പഠിക്കട്ടെ. KSRTC സൗജന്യ യാത്ര എന്ന പദ്ധതി UDF സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നില്ല. UDF സർക്കാർ എന്തെങ്കിലും നടപ്പിലാക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞു, ഇനിയിപ്പോൾ അങ്ങോട്ട് ഒത്തിരി മന്ത്രിമാരെ അവർക്ക് ഇല്ലേ, ഒരു 6 മാസം എടുക്കുമായിരിക്കും ഇതെല്ലാം കൂടെ ഒന്ന് ശരിയായി വരാൻ. അതിനുശേഷം അവർ ഈ വാഗ്ദാനങ്ങളൊക്കെയും മറന്നുപോകും. ആ മറന്നുപോയതിനു ശേഷം അവരെന്താണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. KSRTC ബസ്സുകളിലാണ് അവർ ഇത് ജനങ്ങൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണോ അതോ UDFിൻ്റെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി
എല്ലാ ജില്ലകളിലും ഇവർ ഓടി നടന്നുകൊണ്ട് 15-ാം തീയതി സൗജന്യ യാത്ര തരാം എന്നിവർ പറഞ്ഞതാണോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 15-ാം തീയതി തരാമെന്ന് പറഞ്ഞതാണ്. 15-ാം തീയതി ആയി, ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി, ഞങ്ങളെ കൊണ്ടുവിടുന്നു. അപ്പോൾ അവർ പറഞ്ഞു KSRTCക്ക് അങ്ങനെ ഒരു കാര്യം കിട്ടിയിട്ടില്ല എന്ന്. അങ്ങനെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി വരുന്നതെല്ലാം അങ്ങനെ തന്നെ. തീർച്ചയായിട്ടും എല്ലാ ബസ്സുകളിലും KSRTC സ്ത്രീകൾക്ക് കൊടുക്കട്ടെ. ഇപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വനിതാ സംവരണം വന്നപ്പോൾ അന്ന് അവർ പറഞ്ഞത് KSRTCയിൽ സൗജന്യ യാത്ര ഇല്ലേ എന്നായിരുന്നു. അതാണോ KSRTCയിലെ സൗജന്യ യാത്ര ഞങ്ങൾക്ക് വേണ്ട, ഈ ഭാരതത്തിൻ്റെ ഈ ഭരണ പ്രക്രിയയിൽ ഭാഗമാകുവാനായിട്ട് സ്ത്രീകളെയും കൂടി അനുവദിക്കണം എന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തപ്പോൾ അതിനെ അടിമുടി എതിർത്തവരാണ് ഇന്ന് സ്ത്രീകളോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്ത്രീകളോടൊപ്പമാണെന്ന് പറഞ്ഞു നിൽക്കുന്നത്. അതല്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണിത്. തുടർ പ്രതിഷേധങ്ങൾ തീർച്ചയായിട്ടും. ഒന്ന് നോക്കൂ, ഇത്രയും നാളും ഇവരുടെ ഒരു ഇന്ത്യ മുന്നണി സഖ്യം, ഇവിടെയാണ് ഇവർ ഈ എതിർത്ത് നിന്ന് ഇവർ തെരഞ്ഞെടുപ്പിനെ മത്സരിച്ചു എന്നല്ല പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം പേരാമ്പ്രയിൽ ഇപ്പോൾ VD സതീശൻ, ബഹുമാന്യനായിട്ടുള്ള VD സതീശൻ നമ്മുടെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തത് മുസ്ലിം ലീഗാണെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായി. പേരാമ്പ്രയിൽ പേരിനൊരു സ്ത്രീയെ നിർത്തിയിട്ട്, ഒരു പെൺകുട്ടിയെ നിർത്തിയിട്ട് അത് ജയിച്ചത് എങ്ങനെയാണ് എന്ന് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ലീഗ്, അടിമുടി സ്ത്രീ വിരുദ്ധരായിട്ടുള്ള മുസ്ലിം ലീഗ്, എന്താ പറയുക, വനിതാ സംവരണത്തിനെ എതിർത്ത മുസ്ലിം ലീഗ്, അതുപോലെ തന്നെ മുത്തലാഖിനെതിരെ ഞങ്ങൾ പ്രതിഷേധിച്ചപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ മുസ്ലിം ലീഗ്, അവർ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഈ കോൺഗ്രസ്സുകാരെ അവരാണ് നയിക്കുന്നത്. ശരി, നമുക്ക് നോക്കാം. നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. പ്രതിഷേധം തീർച്ചയായിട്ടും തുടരും. ഇവർ ശക്തമായി പ്രതിഷേധം തുടരും എന്നുള്ളത് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഒപ്പം നേരത്തെ മാനന്തവാടിയിലേക്കുള്ള KSRTC ബസ്സിൽ കയറിയായിരുന്നു ഇവർ പ്രതിഷേധിച്ചിരുന്നത്. ഇപ്പോൾ മഹിളാ മോർച്ചയുടെ പ്രവർത്തകരെല്ലാം തന്നെ പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം താഴേക്കിറങ്ങിയിട്ടുണ്ട്. പ്രതിഷേധം തുടരും എന്നുള്ളതാണ്. ഈ പദ്ധതി നടപ്പാകുമോ എന്നുള്ളത് കണ്ടറിയണം എന്ന് തന്നെയാണ് മഹിളാ മോർച്ച പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇന്ധനവിലയിൽ പ്രതിഷേധിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. ക്യാമറ പേഴ്സൺ റിഷാദ് ടിക്കയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.